അസ്ലമോയമാണ്. ഒയംവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡൽഹി യാത്ര എങ്ങനെ മെട്രോ ഉപയോഗിച്ച് നടത്താമെന്നതിനെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ താജ്മഹലിലേക്ക് യാത്ര എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഡൽഹിയും കൂടി അതിൽ കണക്ട് ചെയ്യാം എന്ന് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് മെട്രോ ഉപയോഗിച്ചിട്ട് ഡൽഹിയിലെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമുക്ക് എങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും എന്ന് വിശദമായിട്ട് പറയുന്നൊരു വീഡിയോ ആണിത്. ഒയംവി യൂട്യൂബ് ചാനൽ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. ഇതുപോലുള്ള മാപ്പും അതുപോലെ തന്നെ റൂട്ടൊക്കെ കൃത്യമായിട്ട് പറയുന്ന ഒരുപാട് വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. ഇതൊരുപാട് പ്രാവശ്യം ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. ടൈം എടുത്ത് കൃത്യമായിട്ട് എവിടേക്കാണ് ഉള്ളത് എന്നൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി ചെയ്തൊരു വീഡിയോ ആണ്. ഈ എഫേർട്ടിന് നിങ്ങൾ അർഹമായ പരിഗണന തരുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഇത് ഉപകാരമാകുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. DMRC എന്നുള്ളത്, ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ എന്നുള്ളത് എല്ലാവർക്കും അഭിമാനമുള്ള സംഭവമാണ്. ബഹുമാനപ്പെട്ട മെട്രോമാൻ ശ്രീധരൻ്റെ ഒരു വലിയൊരു പ്രൊജക്റ്റാണിത്, ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. ഞങ്ങൾ പല മെട്രോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈവൻ ദുബായ് മെട്രോ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ബാംഗ്ലൂർ മെട്രോ ആണെങ്കിലും അങ്ങനെ ഒരുപാട് മെട്രോ സർവീസുകളൊക്കെ അപേക്ഷിച്ച് ഡൽഹി മെട്രോ അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരുപാട് ലൈനുകളും അതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്കും കണക്റ്റ് ചെയ്യുന്ന സർവീസാണിത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സാധാരണക്കാർ, പ്രത്യേകിച്ചിട്ട് ഡൽഹിയിൽ വരുന്നവരൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഡൽഹി മെട്രോ ആണ്. നിങ്ങൾക്ക് തന്നെ ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. ഇത് റെഡ് ലൈനാണ്, ഇത് ബ്ലൂ ലൈനാണ്, ഇത് വയലറ്റ് ലൈനാണ്, ഇത് ഓറഞ്ചിലാണ് പക്ഷേ യെല്ലോ ലൈനാണ്, ഇത് ഓറഞ്ച് ലൈനാണ്, ഇത് ഗ്രീൻ ലൈനാണ്, ഇത് ഞാൻ പിങ്ക് ലൈനാണ്, ഇത് പർപ്പിൾ ലൈനാണ്. പർപ്പിളും പിങ്കും എൻ്റെ കയ്യിൽ കളറില്ലാത്തതുകൊണ്ടും അതുപോലെ തന്നെ യെല്ലോ കളറില്ലാത്തതുകൊണ്ടും വേറെ കളറിലാക്കിയിട്ട് പക്ഷേ ലൈനിൻ്റെ കളർ ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഒരുപാട് ജംഗ്ഷൻ, രാജീവ് ചൗക്ക് പോലെയുള്ള ഒത്തിരി ലൈനുകൾ, ജംഗ്ഷൻ, രാജീവ് ചൗക്ക് എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ പോലെ ഒരുപാട് സ്ഥലത്തേക്ക് പോകുന്ന ഒരു ഏരിയ ആണത്. അങ്ങനെ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് സംഭവമാണ്. ശരിക്കും എല്ലാ സ്ഥലത്തേക്കുമുള്ള ഒരു കണക്ഷൻ. അങ്ങനെ പലപ്പോഴും മെട്രോ സർവീസുകൾ കമ്മൽ, ഇപ്പോൾ ഇവൺ കൊച്ചി മെട്രോ തുടങ്ങി പോകണമെങ്കിലും കൊച്ചി മെട്രോ ഒരു നിശ്ചിത ഏരിയയിൽ മാത്രമേ കവർ ചെയ്യുന്നു. ബാംഗ്ലൂർ മെട്രോ ആണെങ്കിലും നിശ്ചിത ഏരിയ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ NCR, നാഷണൽ ക്യാപിറ്റൽ റീജിയൻ എന്നുള്ള ആ ഒരു റീജിയൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലേക്കും കവർ ചെയ്യുന്ന ഒരു മെട്രോ സർവീസാണ് DMRC. ഈ DMRCൻ്റെ നമ്മൾ എന്തുകൊണ്ട് മെട്രോ ഉപയോഗിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ എയർ പൊല്യൂഷൻ വളരെ കുറയും. രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചാൽ ടൈം സേവിങ് ആണ്. ഡൽഹിയിലൊക്കെ ആ ട്രാഫിക്കും അതൊന്നും വലിയ പ്രശ്നങ്ങളായിട്ട് വരില്ല. പിന്നെ ആക്സിഡൻ്റൽ ഫ്രീ ആണ്. ഡൽഹിയിൽ വണ്ടി ഓടിക്കുക എന്നുള്ളത് ഭയങ്കര കഷ്ടപ്പാടുള്ള കാര്യമാണ്. ഞാൻ 2 വർഷം ഡൽഹിയിൽ താമസിച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബുള്ളറ്റ് എടുത്തൊക്കെ പോകുമ്പം ആളുകളെ റിക്ഷ വണ്ടി എടുത്തൊന്നും അതുപോലെ തന്നെ മൃഗങ്ങളും മറ്റുമൊക്കെ റോഡുമ്പിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അപകടങ്ങളൊക്കെ ഒരുപാട് സാധ്യതയുള്ള സ്ഥലമാണ് ഡൽഹി. ആരും സിഗ്നലൊക്കെ ഫോളോ ചെയ്തിട്ടൊന്നുമല്ല അവിടെ വണ്ടി ഓടിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിനൊക്കെ ഒരു അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് മെട്രോ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ മെട്രോ കാർഡ് അവൈലബിൾ ആണ്. മെട്രോ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഓരോ സ്റ്റേഷനിൽ എടുക്കാം, അല്ലെങ്കിൽ ഒരു കോയിൻ പോലെ ഇടാം, ആ കോയിൻ ഇടുക, പോവുക. നിങ്ങളെല്ലാവരും മെട്രോ യാത്ര നടത്തിയിട്ടുണ്ടാകും, എന്തായാലും പറയാം. അല്ലെങ്കിൽ മെട്രോ കാർഡ് ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ദിവസത്തേക്ക് 200 രൂപേൻ്റെ കാർഡ്, 2 ദിവസത്തെ വൈകിട്ടുള്ള 500 രൂപേൻ്റെ കാർഡ്, അങ്ങനെ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റും. ഇപ്പോൾ ഡൽഹി മെട്രോ സർവീസ് ഉപയോഗിച്ച് നമുക്ക് ഡൽഹിയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 3 ദിവസത്തെ പ്ലാനായിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. Day 1, Day 2, Day 3. Day 1 എവിടെ നിന്ന് തുടങ്ങണം, Day 2 എവിടെ നിന്ന് തുടങ്ങണം, Day 3 എവിടെ നിന്ന് തുടങ്ങണം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് പറയാം. ഒന്നാമത്തത് Day 1 ന്യൂഡൽഹി. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഡൽഹിയിൽ 2-3 സ്റ്റേഷനാണുള്ളത് മെയിനായിട്ട്. ഒന്ന് ന്യൂഡൽഹി, ഒന്ന് പിന്നെ ഓൾഡ് ഡൽഹി, ഒന്ന് പിന്നെ ഹസ്രത്ത് നിസാമുദ്ദീൻ. ഈ 3 സ്റ്റേഷനാണ് പലപ്പോഴും ഉള്ളത്. പലപ്പോഴും അധിക ട്രെയിനും ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലായിരിക്കും നിങ്ങൾക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ഡയറക്റ്റ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തന്നെ പെഹർഗഞ്ച് എന്നുള്ള ആ ഒരു ഏരിയയിൽ പറയുന്ന പേരാണ് പെഹർഗഞ്ച്. അവിടെ ഇഷ്ടം പോലെ റൂമുകളും അവൈലബിൾ ആണ്. നല്ല റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള റൂമുകൾ. ഞങ്ങളൊക്കെ ഫാമിലി ആയിട്ട് പോകുമ്പോൾ അവിടെ താമസിക്കില്ല. അത് ന്യൂഡൽഹി താമസിച്ച ഗുണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ സ്ഥലത്തും കണക്ഷനാണ്. ന്യൂഡൽഹി മെട്രോ സ്റ്റേഷൻ ഉണ്ട്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ന്യൂഡൽഹി മെട്രോ സ്റ്റേഷൻ. നമുക്ക് ന്യൂഡൽഹിയിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്കും പോകാൻ പറ്റും. അങ്ങനെയാണ് ഒരു ന്യൂഡൽഹി ഒരു സെൻറ്റർ പോലെ നമുക്ക് കാണാം. ഇതൊരു മാപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ന്യൂഡൽഹിയിൽ നിന്ന് അടുത്ത നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ന്യൂഡൽഹി സ്റ്റാർട്ട് ചെയ്ത് അടുത്ത സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നുള്ള മെട്രോ സ്റ്റേഷനാണ്. അത് യെല്ലോ ലൈനിലാണ് വരുന്നത്. നേരെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷൻ. ഡൽഹി മെട്രോൻ്റെ ഒരുപാട് ആപ്പുകളുണ്ട്. നിങ്ങൾ ആപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ന്യൂഡൽഹിയിൽ നിന്ന് സെൻട്രൽ സെക്രട്ടേറിയറ്റിലേക്കുള്ള എത്രയാണ് ദൂരം, അതുപോലെ തന്നെ എത്ര പൈസ വേണമെന്നൊക്കെ കൃത്യമായിട്ട് കാണും. ഞാൻ എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ
നിങ്ങളുടെ യുക്തിക്കനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യണം. എല്ലാം ഒരു സ്പൂൺ ഫീഡിങ് പോലെ നിങ്ങൾ കാണാൻ പറ്റില്ല. അപ്പം ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനിലേക്കാണ്. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവിടെ കാണാൻ പറ്റുന്നതാണ് ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റ് അറിയാം, ചരിത്രത്തിൻ്റെ ഒരുപാട് നമ്മുടെ പട്ടാളക്കാരുടെയൊക്കെ പേരുകൾ കൊത്തിവെച്ച മനോഹരമായ ആ ഒരു ഇന്ത്യ ഗേറ്റ്. അത് രാത്രിയും അതുപോലെ തന്നെ രാവിലെയും ഇങ്ങനെ എടുത്തു വെച്ച പോലെ കാണുന്നൊരു സംഭവം. അതുപോലെ തന്നെ രാഷ്ട്രപതി ഭവന് നമുക്കറിയാം ഡൽഹി ക്യാപിറ്റലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് പാർലമെൻറ്റ്, അതുപോലെ തന്നെ മുഗൾ ഗാർഡൻ, അതുപോലെ കേരള ഹൗസ്. അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടേതായിട്ടുള്ള മന്ത്രിമാരും മറ്റൊക്കെ വരുമ്പോൾ അവർക്കായിട്ട് ഓരോ ഹൗസ് ഉണ്ട്. അപ്പോൾ പഞ്ചാബിന്, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിന്, തമിഴ്നാടിനൊക്കെ. കേരള ഹൗസിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഹൗസിൽ പബ്ലിക്കിന് പോകാൻ പറ്റുന്നൊരു മെസ്സുണ്ട്. അവിടെ നല്ല ഭക്ഷണം കിട്ടും. നമ്മൾ ഡൽഹിയിൽ കുറേ ഇങ്ങനത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് പെട്ടെന്ന് ഒരു കേരള സ്റ്റൈൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ അവിടെ കപ്പയും ചിക്കനും കപ്പയും ബീഫും അതുപോലെ തന്നെ പൊറോട്ടയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ് കേരള ഹൗസിൽ. അതൊരു എക്സ്പീരിയൻസ് ആണ്. സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ ഇറങ്ങി ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് 200-300 മീറ്റർ അടുത്തടുത്താണ്. നമുക്ക് നടന്നിട്ടും അതുപോലെ തന്നെ അല്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഷെയർ ആയിട്ടോ അങ്ങനെയൊക്കെ പോകാൻ പറ്റും. പക്ഷേ ഏറ്റവും ബെസ്റ്റ് സെൻട്രൽ സെക്രട്ടേറിയറ്റ് ഇറങ്ങുക, ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോവാം. അടുത്ത സ്റ്റേഷൻ നേരെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് വരുന്നത് ജോർബാഗ് എന്നുള്ള സ്റ്റേഷനാണ്. ജോർബാഗിൽ വരുന്നതാണ് ലോധി ഗാർഡൻ, അതുപോലെ തന്നെ സഫ്ദർജംഗ് ടോംബ്. ഈ രണ്ടും ജോർബാഗ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ജോർബാഗിൽ നിന്ന് നേരെ നമ്മൾ പോകുന്നത് ഹൗസ് കാസ് എന്നുള്ള മനോഹരമായിട്ടുള്ള വില്ലേജ് ഉണ്ട്. വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പ്രൗഢിയുടെ ഒരു വില്ലേജ്, അത് കാണണം. അതുപോലെ തന്നെ അന്നത്തെ ദിവസം ലാസ്റ്റ് നമ്മൾ പോകുന്നത് കുത്തബ് മിനാറിലേക്കാണ്. കുത്തബ് മിനാർ നമുക്കറിയാം ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് കുത്തബ് മിനാർ. ഒരു നീണ്ട ഒരു ഗോപുരം. ആ ഗോപുരത്തിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് നമ്മുടെ ഒരു ഡെസ്റ്റിനേഷനും കൂടിയാണ്. അപ്പോൾ ഒന്നാമത്തെ ദിവസം ഇവിടെ കഴിഞ്ഞു. കുത്തബ് മിനാറിലേക്ക് കുറച്ച് ദൂരമുണ്ട്, ലാസ്റ്റ് എൻഡിലേക്ക് കുത്തബ് മിനാർ. ഇനി നിങ്ങൾക്ക് ഒന്നാമത്തെ ദിവസം വേണമെങ്കിൽ നിങ്ങൾ ന്യൂഡൽഹിയിലാണ് താമസിക്കുന്നത്, നേരെ ന്യൂഡൽഹിയിലേക്ക് തിരിച്ചു പോകാം. അല്ലെങ്കിൽ കുത്തബ് മിനാറിൽ നിങ്ങൾ താമസിക്കുക, എന്നിട്ട് അടുത്ത യാത്ര രണ്ടാമത്തെ ദിവസം തുടങ്ങുന്ന രീതിയിലും പ്ലാൻ ചെയ്യാം. ഇനി പലപ്പോഴും ചോദിക്കാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പോകുന്നവർക്കാണ് ഇങ്ങനെ എയർപോർട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ ചെയ്യും? ഡൽഹി എയർപോർട്ടിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തന്നെ മെട്രോ സ്റ്റേഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എയർപോർട്ടിലാണെന്നുള്ള കഴുത്തറപ്പുള്ള ടാക്സിയും മറ്റൊക്കെ വരുന്നത്, അതിൻ്റെ ആവശ്യമില്ല. നേരെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി എയർപോർട്ട് ഉണ്ട്, അത് ഓറഞ്ച് ലൈനിലാണ്. അത് ടെർമിനൽ 3 ഒക്കെ വരുന്ന ഡയറക്റ്റ് നമുക്ക് എയർപോർട്ടിലേക്ക് ഇറങ്ങാൻ പറ്റും. ഇനി ടെർമിനൽ 2 ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം എയറോ സിറ്റി എന്നുള്ള ഒരു മെട്രോ സ്റ്റേഷനിലേക്ക് ഒരു ഷട്ടിൽ സർവീസ് ഉണ്ട്. 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഇവിടെ എത്തും. ഇവിടുന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റും. അപ്പം റെയിൽവേ സ്റ്റേഷനിൽ വരുന്നവർക്കും അതുപോലെ തന്നെ എയർപോർട്ടിൽ നിന്ന് വരുന്നവർക്കും കറങ്ങാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് മെട്രോ ഇത് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലാൽ കില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് ഫോർട്ട് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഓരോത്തിൻ്റെയും ചരിത്ര പ്രാധാന്യം ഞാനിവിടെ പറയുന്നില്ല, നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ റെഡ് ഫോർട്ട് എന്നുള്ളത് വയലറ്റ് ലൈനിൽ വരുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ യെല്ലോ ലൈനിൽ വരുന്നതാണ്. യെല്ലോ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർകണക്ഷനാണ്. ഇവിടെയൊക്കെ ഇൻ്റർകണക്ഷനാണ്. ഇതൊക്കെ ഇൻ്റർകണക്ഷൻ, ഇതൊരു ജംഗ്ഷൻ, ഇതൊരു ഇൻ്റർകണക്ഷൻ, ഇങ്ങനെ പല സ്ഥലത്തും ഇൻ്റർകണക്ഷനാണ് വരുന്നത്. റെഡ് ഫോർട്ടിൽ മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ച് അതിൻ്റെ തൊട്ടിപ്പുറം തന്നെയാണ് ജമാ മസ്ജിദ്. അല്ലെങ്കിൽ നേരിട്ട് പോവാം, അല്ലെങ്കിൽ അടുത്ത മെട്രോ സ്റ്റേഷനിൽ കയറിയിട്ട് ജമാ മസ്ജിദ് എന്നുള്ള മെട്രോ സ്റ്റേഷനുണ്ട്. അവിടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ജമാ മസ്ജിദിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് ഫുഡ് സ്ട്രീറ്റുകളൊക്കെ നമ്മൾ ഇറങ്ങാൻ പറ്റും. ഒരുപാട് മനോഹരമായിട്ടുള്ള ഭക്ഷണങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ജമാ മസ്ജിദിൻ്റെ ഒരു ഭംഗിയൊക്കെ ഫോട്ടോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് ആസ്വദിക്കാൻ വേണ്ടി ജമാ മസ്ജിദ് മെട്രോ സ്റ്റേഷനിലേക്ക് പോയാൽ മതി. അടുത്ത മൂന്നാമത്തെ വരുന്നത് ഡൽഹി ഗേറ്റ് ആണ്. ഇവിടെയാണ് നമുക്ക് രാജ്ഘട്ട്, ഒരുപാട് സ്മൃതി മണ്ഡപങ്ങളുള്ള രാജ്ഘട്ട്. അതുപോലെ തന്നെ അടുത്ത നേരെ പോകുന്നത് ഡൽഹി ഗേറ്റിൽ നിന്ന് കാൻ മാർക്കറ്റിലേക്കാണ്. കാൻ മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പുരാണ കില്ല, ഓൾഡ് ഫോർട്ട് കാണാൻ പറ്റും. അതും അടിപൊളി കാഴ്ചയാണ്. അടുത്ത സ്റ്റേഷൻ വരുന്നത് ജയലൻ എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. അത് ലെങ്തി ആയതുകൊണ്ടാണ് ഞാൻ ജയലൻ എന്നെത്തിയത്. അവിടെയാണ് ഹുമയൂൺ ടോംബ് വരുന്നത്. അതും നമ്മൾ പലപ്പോഴും ഡൽഹി യാത്രയിൽ എപ്പോഴും കണ്ടതാണ്. അതിൻ്റെ അടുത്ത് തന്നെയാണ് നിസാമുദ്ദീൻ ദർഗ. അതും നമ്മൾ ദർഗാ ഷെരീഫിലെ ഒരുപാട് ഫിലിമിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്ഥലങ്ങളെക്കുറിച്ചും വിശദമായിട്ട് പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ജയലലിനടുത്ത് നമ്മൾ നേരെ പോകുന്നത് കാലാഞ്ചി മന്ദിർ എന്ന സ്ഥലത്തേക്കാണ്. കാലാഞ്ചി മന്ദിർ എന്നുള്ളത് ലോട്ടസ് ടെമ്പിൾ, ആ ലോട്ടസ് രൂപത്തിലുള്ള മനോഹരമായിട്ടുള്ള അമ്പലം. അതൊരു ഇന്ത്യയുടെ അല്ലെങ്കിൽ ഡൽഹിയുടെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ കലാഞ്ചി മന്ദിർ എന്നുള്ളത് ഇവിടെയാണ്.
നമ്മൾ നേരത്തെ അവസാനിച്ചത് കുത്തബ് മിനാർ എന്നുള്ളത് ഇവിടെയാണ്. അപ്പോൾ നേരെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വന്ന് താമസിച്ച് ഇവിടെ റൂം എടുത്ത് നേരെ കലാഞ്ചി മന്ദിറിലേക്ക് ഇവിടുന്ന് പോയാൽ മതി. എന്നിട്ട് ഇത് നേരെ തിരിച്ചടിച്ചാൽ മതി ബാക്കോട്ടേക്ക്. നമ്മൾ നേരെ സ്റ്റാർട്ട് ചെയ്ത് ലാൽ നിന്നാണ്, നേരെ പകരം കാലാഞ്ചി മന്ദിർ, ജയലൻ, ഖാൻ മാർക്കറ്റ്, ഡൽഹി, ജമാ മസ്ജിദ്, ലാൽ കില. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമാ മസ്ജിദിലൊക്കെ നമ്മൾ വൈകുന്നേരം എത്തും. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. ലാൽ കില, റെഡ് ഫോർട്ടൊക്കെ അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടുത്തെ വൈകുന്നേരത്തെ രാത്രിക്കത്തെ ഭക്ഷണമൊക്കെ ആസ്വദിച്ചിട്ട് വേണമെങ്കിൽ മൂന്നാമത്തെ ദിവസം നമുക്ക് ഇവിടെ താമസിക്കാം. ഒന്നാമത്തെ ദിവസം നമ്മൾ നേരെ ഇവിടെ വന്ന് താമസിച്ച് എന്നിട്ട് രണ്ടാമത്തെ ദിവസം നേരെ അടുത്ത ട്രിപ്പ് ഇവിടത്തേക്ക് വന്ന് എന്നിട്ട് ഈ കുത്തബ് മിനാറിൻ്റെ സ്ഥലത്ത് താമസിച്ച് രണ്ടാമത്തെ ദിവസം അതായത് നൈറ്റ് പിറ്റേന്ന് രാവിലെ നമ്മൾ അടുത്ത ഈ ട്രിപ്പ് ഇങ്ങനെ പോന്ന് എന്നിട്ട് നമ്മൾ ഇവിടെ എത്തി, ഈ ലാൽക്കിലെത്തി. മൂന്നാമത്തെ ദിവസം ബൊട്ടാണിക്കൽ ഗാർഡന്, അതുപോലെ തന്നെ അക്ഷർധാം എന്നുള്ള മനോഹരമായിട്ടുള്ള അമ്പലമുണ്ട്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും അക്ഷർധാം. രാത്രി ആ ഒരു ലൈറ്റിൻ്റെ ഒക്കെ ഒരു രസത്തിൽ ഭയങ്കര രസമുള്ളൊരു വിശാലമായ വിസ്തൃതിയിലുള്ളൊരു സ്ഥലമാണ് അക്ഷർധാം. അതുപോലെ തന്നെ ബാരാഗംബ റോഡിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ആഗ്രൻ സിക്കി ബൗലി. ഈ ഒരു അടിപൊളി ഒരു ചരിത്ര നിർമ്മിതി, ഏകദേശം 60 മീറ്റർ നീളത്തിലുള്ള സ്റ്റെപ്പ്, അത് 15 മീറ്റർ വീതിയിലുള്ള ഒരു അടിപൊളി, നിങ്ങൾ പലപ്പോഴും ഫോട്ടോഗ്രാഫിയിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. അതും ആസ്വദിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ രാജീവ് ചൗക്ക്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പർച്ചേസിങ്ങിനും കാര്യങ്ങളിലൊക്കെ ഏറ്റവും ഉപയോഗിക്കുന്ന രാജീവ് ചൗക്ക്. അതുപോലെ തന്നെ ഇവിടെ ചാന്ദിനി ചൗക്ക് ഉണ്ട്. അതുപോലെ തന്നെ കരോൾ ബാഗ് ഞാൻ ഇടപെടുത്തിയിട്ടുണ്ട്. ഈ കരോൾ ബാഗ് എന്നുള്ളത് ബുള്ളറ്റിൻ്റെയും അതുപോലെ തന്നെ മറ്റു വെഹിക്കിളിൻ്റെയൊക്കെ ഒരുപാട് സാധനങ്ങൾ ചീപ്പായിട്ട് കിട്ടുന്ന സ്ഥലമാണ് കരോൾ ബാഗ് പോലുള്ള സ്ഥലങ്ങൾ. അതുപോലെ തന്നെ സരോജിനി മാർക്കറ്റ് എന്നുള്ള മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അവിടെയും നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. മെയിനായിട്ട് രാജീവ് ചൗക്ക്, ചാന്ദിനി ചൗക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചീപ്പായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അടുത്ത നേരെ രാജീവ് ചൗക്കിൽ നമ്മൾ പോകുന്നത് RK ആശ്രം, അതായത് രാമകൃഷ്ണ ആശ്രം. അവിടെയാണ് ബിർള മന്ദിറും മറ്റുമൊക്കെ ഉള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഒട്ടുമിക്ക സ്ഥലങ്ങളും മെട്രോ ഉപയോഗിച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതുമല്ലാതെ ഒരുപാട് കുറച്ച് സ്ഥലങ്ങളുണ്ട്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പലപ്പോഴും നിങ്ങൾ കാശ്മീരി ഗേറ്റ് എന്നുള്ള സ്ഥലം കണ്ടിട്ടുണ്ടാവും. കാശ്മീരി ഗേറ്റിൽ നിന്നാണ് നമ്മുടെ ഹിമാലയത്തിലേക്കും അതുപോലെ തന്നെ ജമ്മുവിലേക്കൊക്കെ ബസ് പോകുന്ന സ്ഥലങ്ങളാണ് കാശ്മീരി ഗേറ്റ്. അത് പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ കാശ്മീരി ഗേറ്റിൽ പോയിട്ട് ബസ് പിടിച്ച് പോയിക്കോ. അപ്പോൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ കാശ്മീരി ഗേറ്റ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് പിടിച്ചു പോകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡൽഹി മെട്രോൻ്റെ ആപ്പോ അല്ലെങ്കിൽ ഇതേപോലത്തെ മാപ്പ്, ഇത് ഞാൻ എല്ലാ സ്ഥലങ്ങളും അടയാളപ്പെടുത്തിയിട്ടുള്ള മാപ്പല്ല, ഇതേ മാപ്പ് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡൽഹി മെട്രോൻ്റെ ആപ്പ് ഒന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാം. ഇതൊരു 3 ദിവസം കൊണ്ട് നമുക്ക് ന്യൂഡൽഹി ഏകദേശം കവർ ചെയ്യുന്ന പ്ലാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യാത്ര ഈ ഒരു മാപ്പ് നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. കാരണം ഇത് ആ രീതിയിലാണ് ഞാൻ നിങ്ങളുടെ രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഉള്ള സംശയങ്ങളും മറ്റും അതുപോലെ തന്നെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ. അപ്പോൾ ഒരുപാട് പേരിലേക്ക് എത്തും. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒരുപാട് പേര് കാണും. അവർക്കൊക്കെ യാത്ര ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവും. തീർച്ചയായിട്ടും യാത്രകളിൽ കൂടി നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു സന്തോഷമാണ്, മനസ്സിന് കിട്ടുന്നൊരു സന്തോഷം. ആ സന്തോഷം നമുക്കൊന്നും ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ പലപ്പോഴും പലയിടങ്ങളിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പല മനുഷ്യരെ കണ്ടുമുട്ടുന്നു, പല ജാതി വിശ്വാസങ്ങൾ കണ്ടുമുട്ടുന്നു, ഒരുപാട് സംസ്കാരങ്ങൾ കണ്ടുമുട്ടുന്നു, ഒരുപാട് ദേശങ്ങൾ കണ്ടുമുട്ടുന്നു, വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന മനുഷ്യരുമായി ഇടപഴകാൻ പറ്റുന്നു, അവരുമായിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു. ഇങ്ങനെ യാത്രകളിൽ കൂടി നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അറിവും അതുപോലെ തന്നെ അനുഭവവും അത് നമ്മളെന്ന മനുഷ്യൻ്റെ രൂപീകരണത്തിനും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തോട് കാണിക്കേണ്ട ഒരുപാട് ബാധ്യതകളെക്കുറിച്ചൊക്കെ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നതാണ് യാത്രകൾ. തീർച്ചയായും യാത്രകൾ ഒരുപാട് ചെയ്യുക. നമ്മളെന്ന മനുഷ്യൻ്റെ രൂപീകരണത്തിന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.